തിരുവനന്തപുരം കഴക്കൂട്ടത്ത് 13 വയസ്സുകാരിയായ കുട്ടിയെ കാണാതായിട്ട് മണിക്കൂറുകൾ പിന്നിടുന്നു. 11 മണിയോടെയാണ് ഇന്ന് ഈ കുട്ടിയെ കാണാതായത്. ഈ കുട്ടിക്കായുള്ള അന്വേഷണം പോലീസ് നടത്തുകയാണ്. ഈ കുട്ടിയെ കാണാതായതിനെ തുടർന്ന് രക്ഷകർത്താക്കളും ഒപ്പം തന്നെ നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല. തുടർന്ന് 4 മണിയോടെ പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ അസം സ്വദേശികളാണ്, അസമീസ് ഭാഷയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുന്നതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഒരു തടസ്സമുണ്ട് എന്നുകൂടി പോലീസ് അറിയിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി സഹോദരങ്ങളുമായി 6 വയസ്സും 9 വയസ്സുമുള്ള 2 സഹോദരങ്ങളാണുള്ളത്. ആ സഹോദരങ്ങളുമായി വഴക്കിട്ടതിനെ തുടർന്ന് അമ്മ രാവിലെ കുട്ടിയെ അടിച്ചിരുന്നു, ശകാരിച്ചിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇതിനെ തുടർന്ന് കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണോ എന്ന് അറിയില്ല. അമ്മയും അച്ഛനും ജോലിക്കായി പോയ സമയത്താണ് കുട്ടിയെ കാണാതായത്. തിരികെ എത്തി കുട്ടി എവിടെയെന്ന് അന്വേഷിച്ചപ്പോൾ സഹോദരങ്ങൾ കുട്ടിയെ കണ്ടില്ല എന്ന് പറയുകയായിരുന്നു. അതെ, അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അഖിൽ ഷാ, ഈ കുട്ടി എങ്ങോട്ട് പോയി എന്നറിയാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുക CCTV ദൃശ്യങ്ങളാണ്. അതേക്കുറിച്ചുള്ള എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ പോലീസിന്? പ്രവിധ, നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം പോലീസിനൊരു CCTV ദൃശ്യം ലഭിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യമാണ് ഒരു സൂചനയായി ലഭിക്കുന്നത്. ഇവിടെ നിന്ന്, അതായത് ഈ വീടിന്റെ തൊട്ടടുത്ത് നിന്ന് NH-66 പോകുന്ന റോഡിലേക്ക് പോകുന്ന വീട്ടിലുള്ളൊരു CCTV ക്യാമറയിൽ ഇത്തരത്തിലൊരു ദൃശ്യം പകർന്നിട്ടുണ്ടെന്നൊരു സൂചന പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. അതിൽ ഇനിയും ഒരു കൺഫർമേഷൻ വരേണ്ടതുണ്ട്. അത് ആ കുട്ടി തന്നെയാണ്. ഒരു പെൺകുട്ടിയുടെ മുഖം, ഈ തലഭാഗം മാത്രം ആ ഒരു CCTVയിൽ കുടുങ്ങിയിട്ടുണ്ട്. അതേതെങ്കിലും വിധത്തിൽ ആ പെൺകുട്ടിയാണോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ പരിശോധനകൾ വേണ്ടിവരും. അതൊന്നുകൂടി ഒന്ന് കൺഫേം ചെയ്തതിനു ശേഷം പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടുമെന്നുള്ള കാര്യമാണ് നിലവിൽ അറിയാൻ കഴിയുന്ന വിവരം. എന്തായാലും നിലവിൽ ലഭിക്കുന്ന സൂചന പ്രകാരം ഈ പരിസരത്തുള്ള ഒരു വീട്ടിൽ നിന്ന് ഒരു CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടേതെന്ന് കരുതപ്പെടുന്ന ഒരു ദൃശ്യവും അതിൽ പതിഞ്ഞിട്ടുണ്ട്. അതിനി ഉറപ്പിക്കാൻ ഒന്നുകൂടി അത് ആ കുട്ടിയാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഉറപ്പുവരുത്തിയതിനു ശേഷമാകും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പോലീസ് നമുക്ക് നൽകുക. എന്തായാലും വ്യാപകമായ അന്വേഷണം ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവയുടെ പരിശോധന അല്പസമയം മുമ്പാണ് അവസാനിച്ചത്. ഇപ്പോൾ നിലവിൽ ഈ മാതാപിതാക്കളെ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണെന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ CCTV ദൃശ്യം ലഭിക്കുകയാണെങ്കിൽ അത് നിർണായകമാകും. ഈ അന്വേഷണത്തിന് വലിയ നിർണായകമായ ഒരു കാര്യമായിരിക്കും. ഈ CCTV ദൃശ്യം ലഭിച്ചാൽ അത് ആ കുട്ടിയുടെ തന്നെ എന്ന് പോലീസ് ഉറപ്പിച്ചാൽ അത് ആ കുട്ടിയിലേക്ക് എത്താൻ, ആ കുട്ടി എങ്ങോട്ടേക്കാണ് പോയതെന്നത് ട്രാക്ക് ചെയ്യാൻ പോലീസിന് അത് വലിയൊരു കാര്യമായി മാറും, വലിയൊരു തെളിവായി മാറും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അത് കുട്ടിയുടെ തന്നെ ഉറപ്പിക്കുക എന്നുള്ളതാണ് നിലവിൽ പോലീസ് നമ്മളോട് പറയുന്നത്. അത്തരത്തിൽ അത് കുട്ടിയുടേതാണെന്നുള്ളത് ഒരു കൺഫർമേഷൻ ഉണ്ടായാൽ അത് നമ്മളുമായി ഷെയർ ചെയ്യുമെന്നുള്ള കാര്യമാണ് നിലവിൽ പോലീസ് അറിയിക്കുന്നത്. പ്രവിധ, അഖിൽ ഷാ തുടരുക. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു വിവരം ഇപ്പോൾ ലഭിക്കുന്നത്, ഇത്രയും നേരം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു വീട്ടിൽ നിന്നുള്ള CCTVയിൽ പതിഞ്ഞ ഒരു ദൃശ്യമാണ് പോലീസിന് നിർണായകമായി ഇപ്പോൾ മാറുന്നത്. അതിൽ ഈ ഒരു പെൺകുട്ടിയുടെ ദൃശ്യമുണ്ട്. അത് ഈ പെൺകുട്ടിയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അസം സ്വദേശിയായി 13-കാരിയാണോ അതിൽ നിന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ആ ദൃശ്യം പതിഞ്ഞ സമയം, അത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. അതിനായുള്ള നടപടികളിലേക്ക് പോലീസ് ഇപ്പോൾ കടക്കുന്നുണ്ട്. റോഡിലേക്ക് പോകുന്ന ഒരു കുട്ടി, അതാണ് ആ ദൃശ്യത്തിൽ പതിഞ്ഞിരിക്കുന്നത്. അത് തസ്മിത്ത് തന്നെയാണോ എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. അഖിൽ ഷാ തുടരുന്നുണ്ട്. അഖിൽ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ രാവിലെ ഈ വഴക്കുണ്ടായ സമയത്ത് ഈ അയൽ വീട്ടിലെ കുട്ടികളുമായും വഴക്കഴിച്ചു ഈ തസ്മീത്ത് എന്ന് ചില വിവരങ്ങളുണ്ട്. അതിൽ എത്രമാത്രം ശരിയുണ്ട്, സ്ഥിരീകരണമുണ്ട് എന്നറിയില്ല. അങ്ങനെയെങ്കിൽ തൊട്ട അയൽവക്കത്തുള്ള വീട്ടിലൊക്കെയുള്ള ആൾക്കാർ എന്താണ് ഇതേക്കുറിച്ച് പറയുന്നത്? അവർക്കൊന്നും ഒരു വിവരവും ഇല്ല എന്നാണോ? അഖിൽ ഷാ അൻസാറിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം. പോലീസിന് CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നു. അതിൽ നാഷണൽ ഹൈവേയിലേക്ക് നടന്നു പോകുന്ന ഒരു കുട്ടിയുടെ ദൃശ്യമാണുള്ളത്. അത് തസ്മീത്ത് തന്നെയാണോ എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. അതിൻ്റെ സ്ഥിരീകരണം അല്പസമയത്തിനകം ഉണ്ടാകും. അത് ഈ കുട്ടി തന്നെയാണോ എന്ന് കുടുംബാംഗങ്ങളെ കാണിച്ച് ഉറപ്പാക്കാനുള്ള നടപടികളിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുകയാണ്. തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ നിന്നും ലഭിച്ച ക്യാമറ ഫുട്ടേജിലാണ് ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ ദൃശ്യം പതിഞ്ഞിരിക്കുന്നത്. അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട് ഒരിക്കൽ കൂടി. അഖിൽ ഷാ, ഈ CCTVയിലെ ദൃശ്യത്തിൽ എത്രത്തോളം വ്യക്തതയുണ്ട്? ഈ കുട്ടിയുടെ രൂപവുമായി സാദൃശ്യമുണ്ടോ ആ ദൃശ്യത്തിലെ കുട്ടിക്ക്? എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ?
അഖിൽ ഷായിലേക്ക് പോലീസ് അറിയിക്കുന്ന അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരാം. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഒരു CCTV ദൃശ്യം ലഭിച്ചിട്ടുണ്ട്. ആ CCTV ദൃശ്യവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന അതിന്റെ സ്ഥിരീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നിലവിൽ പോലീസ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ നിന്നാണ് ഈ CCTV ദൃശ്യം ലഭിച്ചത്. ആ ദൃശ്യത്തിൽ ഈ പെൺകുട്ടിയുടേതെന്ന് കരുതപ്പെടുന്ന അല്ലെങ്കിൽ ഈ പെൺകുട്ടിയാണെന്ന് സംശയിക്കുന്ന ഒരു ദൃശ്യമാണ് അതിൽ പതിഞ്ഞിട്ടുള്ളത്. ഒരു പെൺകുട്ടിയുടെ തല അതിൽ കാണാം എന്നുള്ളൊരു കാര്യമാണ് നിലവിൽ പോലീസ് പറയുന്നത്. അതിലൊരു സ്ഥിരീകരണം ആവശ്യമുണ്ട്. ആ സ്ഥിരീകരണത്തിന് ശേഷമാകും ഇത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇത് ആ പെൺകുട്ടിയുടേതാണോ എന്നുള്ള കാര്യം, ആ പെൺകുട്ടിയുടെ ദൃശ്യങ്ങളാണോ അതിലുള്ളത് എന്നുള്ള കാര്യത്തിൽ ഉറപ്പിച്ച് പറയാൻ അതിനുശേഷം മാത്രമാകും കഴിയുക. എന്തായാലും നിർണായകമായിരിക്കും അത്തരത്തിൽ ഒരു CCTV വിവരം ലഭിച്ചാൽ അത് നിർണായകമായിരിക്കും. പോലീസിന് പിന്നീടുള്ള ഇതിന്റെ തുടർന്നുള്ള അന്വേഷണത്തിന് അത് വളരെയധികം ഉപകാരപ്പെടുമെന്നുള്ള കാര്യമാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഈ CCTV ദൃശ്യം കുട്ടിയുടേതാണെന്ന് ഉറപ്പിച്ചാൽ അതിനുശേഷം അത് വെച്ച് നമുക്ക് ഈ കുട്ടിയെ ട്രാക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയും പോലീസിനുണ്ട്. അതായത് എന്തായാലും നിലവിൽ ഇവിടെ നിന്ന്, അതായത് ഈ വീട്ടിന് മുൻവശത്ത് നിന്ന് NH-66 പോകുന്ന ദേശീയപാതയിലേക്ക് പോകുന്ന ആ വഴിയിലുള്ള ഒരു വീട്ടിൽ നിന്നാണ് ഈ CCTV ദൃശ്യങ്ങൾ ലഭിച്ചത് എന്നുള്ള കാര്യമാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ പറയുന്നത്. അതിൽ ഒരു സ്ഥിരീകരണം നടത്താനായി നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ട് പോയിട്ടുണ്ട്. ആ കുട്ടിയുടേതും ആ കുട്ടിയുടെ ഫോട്ടോയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ വെച്ച് പരിശോധിക്കും. ആ കുട്ടിയുടേതാണെന്ന് ഉറപ്പുവരുത്തിയാൽ അതിനുശേഷമാകും അത്തരത്തിൽ മറ്റു കാര്യങ്ങൾ പോലീസ് പുറത്തുവിടുക. മറ്റൊരു കാര്യം, നിലവിൽ അച്ഛനെയും അമ്മയും വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. ആ ചോദ്യം ചെയ്തതിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുമോ എന്നുകൂടി നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ഈ കുട്ടിയെ ശകാരിക്കുകയോ അല്ലെങ്കിൽ ശകാരിക്കുകയോ ചിലപ്പോൾ ഈ കുട്ടിയെ ഇത്തരത്തിൽ അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകാം എന്ന് ചില നാട്ടുകാർ പറയുന്നു. അത്തരത്തിലുള്ള ചില സംശയങ്ങൾ ഉൾപ്പെടെ നാട്ടുകാർ പറയുന്നുണ്ട്. അത് കാരണമാണ് ഈ കുട്ടി ഇവിടെ നിന്ന് പോയത് എന്നുള്ള കാര്യം ഉൾപ്പെടെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതുകൂടി കണക്കിലെടുത്തുള്ള വിശദമായ ഒരു ചോദ്യം ചെയ്യലാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും ആ ചോദ്യം ചെയ്യലിലും കുട്ടിയുടെ മാതാപിതാക്കൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, ഇവരെങ്ങനെയാണ് കേരളത്തിലെത്തിയത് തുടങ്ങിയ വിവരങ്ങളൊക്കെ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ടോ? പോലീസ് നിലവിൽ പറയുന്നത്, പോലീസും അതുപോലെ തന്നെ ഈ പരിസരത്തും അതുപോലെ പരിസരത്ത് താമസിക്കുന്നവർ, ഒപ്പം ഈ വീട് വാടകയ്ക്ക് കൊടുത്ത സലീം ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇവർ കുറച്ചുനാൾ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ ഈ കുട്ടിയുടെ പിതാവ് അൻവർ ഹുസൈൻ ഇവിടെ തൊട്ടടുത്തൊരു ഹോട്ടലിൽ പണിയെടുത്തിരുന്നു. ഷായിലേക്ക് ഉടൻ തന്നെ മടങ്ങിയെത്താം. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ MLA ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ഈ കുട്ടിയെ കാണാതായിട്ട് ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ടിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ടോ? അല്ല, വിവരം പറഞ്ഞാൽ പോലീസുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ പോലീസ് വലിയ തോതിലുള്ള വല വീശിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ കുട്ടിയെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. CCTV ക്യാമറ ദൃശ്യങ്ങളും അതുപോലുള്ള പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡുകളൊക്കെ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ചേച്ചിയും അനുജത്തിയും തമ്മിലുള്ള തർക്കമാണ് ഇത്തരം ഒരു ഇറങ്ങിപ്പോക്കിന് കാരണമാകുന്നതെന്നാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ബ്ലോക്ക് ഓഫീസിന്റെ പുറകുവശത്ത് സെന്റ് ആന്റണി സ്കൂളുണ്ട്. ഞാൻ പലപ്പോഴും ആ സ്കൂളിൽ പോകുന്നതാണ്. അവിടെ കുറച്ച് കുട്ടികൾ, ഈ അതിഥി സംസ്ഥാന തൊഴിലാളികളുടെ മക്കൾ അവിടെ പഠിക്കുന്നുണ്ട്. നന്നായിട്ട് പഠിക്കുന്ന കുറച്ച് കുട്ടികളാണ്. അങ്ങനെയുള്ള കുട്ടികളുടെ കൂട്ടത്തിലാണ് ഇവർ വന്നതെന്നാണ് തോന്നുന്നത്. ഈ അടുത്ത കാലത്താണ് വന്നതെന്നാണ് പറയുന്നത്. ഏതായാലും പോലീസ് അവിടെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. പോലീസിന്റെ അന്വേഷണത്തോടൊപ്പം തന്നെ പോലീസ് അയച്ചു കൊടുത്തതായിട്ടുള്ള കുട്ടിയുടെ ഫോട്ടോഗ്രാഫും അതുപോലുള്ള കാര്യങ്ങളും വെച്ചുകൊണ്ടുള്ള അന്വേഷണം നാട്ടുകാർ നടത്തുന്നുണ്ട്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ നല്ലൊരു വാർത്തയ്ക്കായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും സമയമാണ്, 13 മണിക്കൂർ കഴിയുന്നു ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഈ കുട്ടിയെ കാണാതായിട്ട്. അവിടെയുള്ള CCTV ഫുട്ടേജസ് അതിലൊന്നും ഈ കുട്ടി പതിഞ്ഞിട്ടില്ല എന്നാണ് നാട്ടുകാരും ഒപ്പം പോലീസ് ഇപ്പോഴും ഈ മണിക്കൂറിലും പറയുന്നത്. ഒറ്റൊരു ഫുട്ടേജിൽ മാത്രമാണ് സംശയമുള്ളത്. അതിൽ ഈ കുട്ടിയുടെ ഒരു മുഖം പതിഞ്ഞിട്ടുണ്ടോ എന്ന സംശയം മാത്രമാണ് ഇത്രയും സമയമായിട്ടും പോലീസുകാർ പറയുന്നത്. ആ മേഖലയിൽ ഒന്നും ഈ CCTV ക്യാമറകൾ ഇല്ലാത്തൊരു മേഖലയാണോ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ? പൊതുവെ അവിടെയെല്ലാം CCTV ക്യാമറ ഉള്ള മേഖല തന്നെയാണെന്നാണ് തോന്നുന്നത്. വൈകുന്നേരം 4 മണിയായി രക്ഷിതാക്കൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തപ്പോൾ പോലീസിന് അതിന് മുമ്പ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. 4 മണിക്ക് ശേഷമാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. നിശ്ചയമായിട്ടും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എല്ലാ പ്രധാനപ്പെട്ട കുട്ടികൾക്ക് ചെന്നു ചേരാനിടയുള്ള എല്ലാ കേന്ദ്രങ്ങളിലും അന്വേഷണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസിന്റെ ഈ കുട്ടിയുടെ ചിത്രം പുറത്തു വിട്ടുകൊണ്ടുള്ള പോലീസിന്റെ നടപടിയും യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഏതായാലും വളരെ പെട്ടെന്ന് എന്റെ കുട്ടിയെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. CCTV ക്യാമറ ആ പ്രദേശത്ത് ഉടനീളമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
ശരി, നന്ദി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. കഴക്കൂട്ടം MLA ആണ് ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞത്. അതായത് ഇപ്പോഴും തെരച്ചിൽ ഉണ്ട് എന്നാണ് പോലീസിൽ നിന്ന് കിട്ടിയ വിവരം. വളരെ പെട്ടെന്ന് തന്നെ കുട്ടിയിലേക്ക് എത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ സ്ഥലം MLA പങ്കുവച്ചത്. അഖിൽ ഷാ സാർ ചേരുന്നുണ്ട്. അഖിൽ ഷാ, പോലീസ് ഇപ്പോൾ എന്തെങ്കിലും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടോ? പ്രവിധ നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരപ്രകാരം ഈ പോലീസിന് ലഭിച്ച ദൃശ്യത്തിൽ ഒരു ചുവന്ന ലഹങ്കയും ബാഗും തൂക്കിപ്പോകുന്ന ഒരു പെൺകുട്ടിയുടെ ദൃശ്യം അത് ലഭിച്ചു എന്നുള്ളതാണ്. അത് ഒരു വലിയ വ്യക്തതയുള്ള ഒരു ദൃശ്യമല്ല എന്നാണ് പോലീസ് നിലവിൽ പറയുന്നത്. എന്തായാലും അത്തരത്തിലൊരു ദൃശ്യം, ഒരു പെൺകുട്ടി ചുവന്ന ലഹങ്കയും അതുപോലെ തന്നെ ഒരു ബാഗും തൂക്കി പോകുന്ന ഒരു ദൃശ്യം ഈ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലെ CCTVയിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നിലവിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത്. അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അതിൽ ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയുടെ തന്നെ എന്നുള്ള ഒരു കൺഫർമേഷൻ കിട്ടിയാൽ നമുക്ക് ആ CCTV ദൃശ്യങ്ങൾ അത് പുറത്തേക്ക് വിടാവുന്നതാണെന്നുള്ളതാണ് പോലീസും ഇതുമായി ബന്ധപ്പെട്ടവരും പറയുന്നത്. പോലീസ് അത് കൃത്യമായി അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ നമുക്ക് ലഭിച്ച CCTV ദൃശ്യങ്ങൾ പ്രകാരം ഇവിടെ നിന്ന് ഈ വീടിന് തൊട്ടടുത്ത ഈ വാടക വീട്ടിൽ നിന്ന് തൊട്ടടുത്തുള്ള റോഡിൽ നിന്ന് ഈ NH66 പോകുന്ന റോഡിലേക്കുള്ള NH66 ആ റോഡിന് വശത്തായിട്ടുള്ള വീട്ടിലുള്ള CCTVയിലാണ് നിലവിൽ ഇത്തരത്തിലുള്ള ഒരു ദൃശ്യം, കുട്ടിയുടെ ദൃശ്യം പെട്ടിരിക്കുന്നത്. എന്തായാലും ആ ദൃശ്യത്തിൽ കാണുന്നത് പ്രകാരം, ആ വിഷ്വലിൽ കാണുന്നത് പ്രകാരം ഈ കുട്ടി അണിഞ്ഞിരിക്കുന്നത് ഒരു ചുവന്ന ലഹങ്കയാണ്. ചുവന്ന ലഹങ്കയ്ക്കൊപ്പം ഒരു ബാഗും കുട്ടി ധരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനമായും പോലീസ് നിലവിൽ ഇപ്പോൾ ആ CCTV ദൃശ്യത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. അത് വിശദമായി പരിശോധിച്ചു വരികയാണ്. വിശദമായി പരിശോധിച്ചതിന് ശേഷമാകും അതിലൊരു ഉറപ്പിക്കൽ ഉണ്ടാവുക. എന്തായാലും ആ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ നിലവിൽ പോലീസ് പോയിട്ടുണ്ട്, അവർ പരിശോധിച്ചു വരികയാണ്. ഒപ്പം ഈ ചോദ്യം ചെയ്യലും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഈ CCTV ദൃശ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ, ഈ മാതാപിതാക്കളെ ചോദ്യം ചെയ്യും. അത്തരത്തിൽ CCTV ദൃശ്യം വെച്ചുള്ള ഒരു ചോദ്യം ചെയ്യലും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ CCTV ദൃശ്യം അത് ഈ കുട്ടിയുടേതാണ് എന്ന് ഉറപ്പിച്ചാൽ അത് ഈ അന്വേഷണത്തെ കൂടുതൽ വ്യാപിപ്പിക്കാൻ, അല്ലെങ്കിൽ ഈ അന്വേഷണത്തിൽ ഒരു വലിയ വഴിത്തിരിവായി മാറും. കുട്ടി എങ്ങോട്ടേക്കാണ് പോയതെന്നുള്ളത് സമീപത്തുള്ള മറ്റ് CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ച് പോലീസ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഈ കുട്ടി ഏത് ദിശയിലേക്ക് പോയി എന്നാണ്. അങ്ങനെയെങ്കിൽ ആ തരത്തിലൊരു അന്വേഷണമായിരിക്കുമല്ലോ പോലീസ് നടത്തുക. പ്രവിധ, അത്തരത്തിലാണ് ഇപ്പോൾ നിലവിൽ ഇവർ നമ്മളോട് വ്യക്തമാക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയാൽ ഒരു റോഡുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നമ്മൾ നേരത്തെ ലൈവ് നൽകിയ ആ പ്രദേശമാണ് ആ റോഡ്. ആ റോഡിൽ നിന്ന് നേരെ പോയാൽ എത്തുന്നത് ദേശീയപാത 66 ആ ദേശീയപാതയിലേക്ക് പോകുന്നതിന് തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ, ആ വീട്ടിലെ CCTV ദൃശ്യത്തിലാണ് ഈ പെൺകുട്ടി പെട്ടിരിക്കുന്നതെന്നുള്ളതാണ് പോലീസ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതായത് ഈ മെയിൻ റോഡിലേക്ക്, അതായത് ഇവിടെ നിന്ന് പുറകിലേക്ക് പോയാൽ അത് റെയിൽവേ ക്രോസ് ആണ്. പക്ഷേ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. പകരം ഇവിടെ നിന്ന് ഈ വീടിൽ നിന്ന്, അതായത് ഈ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഇടത്തേക്കാണ് കുട്ടി പോയിട്ടുള്ളത്. ഇടത്തേക്ക് പോയി ഈ നാഷണൽ ഹൈവേ ദേശീയപാത 66 പോകുന്ന ആ റോഡിലൂടെയാണ് കുട്ടി നടന്നിരിക്കുന്നതെന്നുള്ളതാണ് ഈ പോലീസിന് ഇപ്പോൾ നിലവിൽ ലഭിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രാഥമികമായി അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൽ പോലീസിന്റെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതായത് ആ CCTV ദൃശ്യത്തിൽ പതിഞ്ഞ കുട്ടി അത് ഇന്ന് കാണാതായ തസ്മീത് ആണോ എന്നുള്ളൊരു സ്ഥിരീകരണം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ റോഡിലൂടെയാണ് കുട്ടി നടന്നു പോയിട്ടുള്ളത് എന്നുള്ളതാണ് നിലവിൽ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇത്തരത്തിൽ പോകുന്ന ഏതോ ഒരു വീട്ടിൽ, ഈ വഴിയിലൂടെ പോകുന്ന ഏതോ ഒരു വീട്ടിൽ വീട്ടിലെ CCTV ദൃശ്യങ്ങളിൽ കുട്ടിയുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു പ്രാഥമിക വിലയിരുത്തൽ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ആ CCTV ദൃശ്യം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്, അത് പരിശോധിച്ച് വരികയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മാതാപിതാക്കളെ വീട്ടിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. അവരെ കൂടി ഈ CCTV ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടാകും ഇതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുക. പ്രധാനമായിട്ടും ഈ ദൃശ്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട്. പരിശോധിച്ച ശേഷമാകും അത് ഇന്ന് കാണാതായ തസ്മീത് ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുക. ഒപ്പം അത്തരത്തിൽ അങ്ങനെ ഒരു സ്ഥിരീകരണം ഉണ്ടായാൽ അത് ഈ പറയുന്ന ഈ കേസിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസിനെ കാര്യമായി ഉപകാരപ്പെടുമെന്നുള്ളതാണ്. ഇത്രയും നേരം, ഇത്രയും മണിക്കൂറുകൾ പോലീസ് ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഇവിടെ കൂടുതൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഒരു സ്ഥലമാണോ? ഈ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത അതെങ്ങനെയാണ്?
പ്രവിത, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അത് ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത. നേരത്തെ നമ്മൾ ഒരാളോട് സംസാരിച്ചവരൊക്കെ നമ്മളോട് പറഞ്ഞത് അത്തരത്തിലൊരു ഉൾപ്രദേശമൊന്നുമല്ല. ഇതിവിടെ ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. ഒപ്പം തൊട്ടടുത്ത് കഴക്കൂട്ടമൊക്കെ ഇവിടെ നിന്ന് തൊട്ടടുത്താണ്. ഒപ്പം ഇവിടെ നിന്ന് കുറച്ച് മീറ്ററുകൾ പോയാൽ തന്നെ ദേശീയപാതയിലേക്ക് എത്തുകയും ചെയ്യാം. നമുക്ക് ഈ നാട്ടുകാരോട് തന്നെ ചോദിക്കാം കേട്ടോ, ഇത് അങ്ങനെ ഒരു ഉൾപ്രദേശമൊന്നും അല്ലല്ലോ, ഒരു കുട്ടി കാണാതെ പോയാൽ അറിയാതെ. ഉൾപ്രദേശമൊന്നും അല്ല, പക്ഷേ ഇവിടെയുള്ള CCTV നോക്കിയിട്ട് CCTV കാണാനുമില്ല.